ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. റൂമിലേക്ക് കടന്നു വരുന്ന അഭിയോട് നവ്യ പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണമെന്ന്. എനിക്ക് സമയമില്ല. അത് തന്നെയല്ല, അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണോ നിന്നെ കൊണ്ട് പുറത്ത് ചുറ്റിയടിക്കുന്നത്? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ നീ പറഞ്ഞതല്ലേ എൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരുമെന്ന്. നിനക്ക് എന്നോട് ശരിക്കും സ്നേഹമില്ലായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചതായിരുന്നു, പക്ഷേ നിൻ്റെ അനിയത്തി ഇങ്ങനെയൊക്കെ ചെയ്ത കാരണം എനിക്ക് നിന്നോടിപ്പോൾ ഉള്ള സ്നേഹമൊക്കെ അങ്ങ് പോയെന്ന് പറയും. അത് മാത്രം നീ പറയില്ല ബി, ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. നീ നിൻ്റെ അനിയത്തി അങ്ങനെ പൊക്കി പറയുമൊന്നും വേണ്ട. അവൾക്ക് ആരോട് സ്നേഹമില്ല, അവളോട് മാത്രമേ അവൾക്ക് സ്നേഹമുള്ളൂ. നീ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനതൊന്നും സമ്മതിക്കില്ല. ആ പാല് അമ്മായി അറിയാതെ എടുത്ത് കുടിച്ചതല്ലേ? അവൾ എനിക്ക് വേണ്ടി തന്നെ കാച്ചി വെച്ചിരുന്ന പാലായിരുന്നു. അത് കുടിച്ചിരുന്നെങ്കിൽ നമ്മളുടെ കുഞ്ഞ് പോകില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അവൾ നിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഞങ്ങളുടെ വീട്ടിൽ സ്വാർത്ഥതയുള്ളത് എനിക്ക് മാത്രമാണ്. നയനയും നന്ദുവും ഒക്കെ എല്ലാവരുടെയും സുഖവും സന്തോഷവും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ എൻ്റെ കുഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നീയും നിൻ്റെ അമ്മയുമാണ്, അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും. അമ്പലത്തിൽ നിന്ന് വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടി നയന് പായസം ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അതിനകത്തേക്ക് അനാമികയും അമ്മയും എന്തോ പൊടിയിട്ട് കലക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടത് കാരണം ഞാൻ ചെന്ന് ആ പാത്രങ്ങൾ തമ്മിൽ മാറ്റിവെച്ചു. അത് ചെയ്തവർക്ക് തന്നെ അത് കാരണം പണി കിട്ടുകയും ചെയ്തു. അതിന് പകരം വീട്ടാൻ വേണ്ടി അവളും അവളുടെ അമ്മയും കൂടെ ചെയ്തതാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയും. പിന്നെ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിലെങ്കിലും നീ എന്നോട് സ്നേഹം അഭിനയിക്കണം. അവർ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നോർത്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അഭി പറയും, എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയത്തില്ലെന്ന്. അതുമാത്രം നീ പറയരുത്. നീയും നിൻ്റെ അമ്മയൊക്കെ നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്കറിയാം. നീ ഇന്നലെ എന്തൊരു അഭിനയമായിരുന്നു, അതുപോലെ തന്നെ അങ്ങ് അഭിനയിച്ചാൽ മതിയെന്ന് നവ്യ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഭിക്ക് ദേഷ്യം വന്നിട്ട് ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് ജലജയുടെ അടുത്ത് ചെന്നിരുന്ന് പറയുന്നുണ്ട്, അമ്മേ, നമ്മൾ പറയുന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ലല്ലോ, നയനെ ആരും കുറ്റക്കാരിയായിട്ട് കാണുന്നില്ലല്ലോ എന്ന്. എടാ, ഏട്ടത്തി എന്ന് പറയുന്ന ഒരുത്തിയെ ICU കിടപ്പുണ്ടല്ലോ, അവരിങ്ങോട്ട് വന്നോട്ടെ, നമുക്ക് ചൂട് പിടിപ്പിച്ച് നയനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാൻ നോക്കാമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ട് കയറി വരുന്നത്. കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. ഗോവിന്ദൻ വളരെ സന്തോഷത്തോടെയാണ് കയറി വരുന്നത്. എന്നാൽ അഭിക്കും അമ്മയ്ക്കും ഗോവിന്ദൻ വന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്താ വന്നതെന്ന് ജലജ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയും, കനക കുറച്ച് പലഹാരമൊക്കെ തന്നു വിട്ടിട്ടുണ്ട്, നവിയെ അത് ഏൽപ്പിക്കാൻ വന്നതാണ്. നിങ്ങൾ ഇനി ഇവിടോട്ട് ഒരു പലഹാരവും കൊണ്ടുവരണ്ട, ഒരു സാധനവും നിങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കഴിക്കാൻ പേടിയാന്ന് പറയും. ഒരുത്തി ഒരു ആഹാരം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഒരാളിപ്പം ആശുപത്രി കിടക്കുന്നത്. അതുപോലെ അവളുടെ അമ്മ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് വേണം ഇനി ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ ഹോസ്പിറ്റലിലാകാൻ. ഇതെന്ത് പറ്റി അഭിമോന്? ഇന്നലെ എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നല്ലോ എന്ന് ഗോവിന്ദൻ പറയും. എനിക്ക് എല്ലാവരോടും സ്നേഹമൊക്കെ ആയിരുന്നു, പക്ഷേ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്കങ്ങനെ ആരോടും ഇനിയിപ്പോൾ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് നവ്യ ഇറങ്ങി വരുന്നുണ്ട്. നവ്യയുടെ കയ്യിലേക്ക് ഗോവിന്ദൻ ആ കവർ അങ്ങ് കൊടുക്കും. നിങ്ങളുടെ മകൾ വന്നല്ലോ, ഇനി നിങ്ങൾ അച്ഛനും മകളും കൂടെ കൊണ്ടുവന്നത് കഴിക്കുകയോ കൊടുക്കുകയോ മേടിക്കുകയോ ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് ജലജ അകത്തേക്ക് പോകും. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഓരോ അമ്മായിയപ്പന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മരുമക്കളുടെ കയ്യിലേക്ക് സ്വർണമോ കാശോ വല്ലോ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെറുതെ പലഹാരമായിട്ട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അഭി അകത്തേക്ക് പോകും. അവർ പോയി കഴിയുമ്പം ഗോവിന്ദൻ നവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതൊക്കെ? ഇന്നലെ അഭിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമായിരുന്നല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്നലെ സമാധാനത്തോടെ ഉറങ്ങിയത്. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു ഈ കാര്യത്തിൽ. കനകയും നന്ദുവും ഒക്കെ ഒരുപാട് സന്തോഷത്തിലാണ് അഭിയുടെ മാറ്റത്തിൽ. ഇവൻ എന്താ മോളെ നിന്നോട് ഇന്നലെ കാണിച്ചതൊക്കെ വെറും അഭിനയമായിരുന്നു? അതെ അച്ഛാ, ഇന്നലെ എൻ്റെ കുഞ്ഞ് പോകുമെന്നോർത്തങ്ങാണ്ട ഇവരിന്നലെ എന്നെ സ്നേഹിച്ചത്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അതിന്നലെ എനിക്ക് വേണ്ടി നയന കാച്ചി വെച്ച പാലായിരുന്നു അത്. ആ പാലിൽ ആരോ വിഷം കലക്കിയിരുന്നു. ഇന്നലെ ഞാൻ ആ പാല് കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞും മരിച്ചേനും, ഞാനിപ്പോൾ ICUയിൽ കിടക്കുകയും ചെയ്തേനും. ഇതൊക്കെ കേൾക്കുന്ന ഗോവിന്ദന് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇവിടെ നിൽക്കണമെന്നില്ല. നിനക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ അടുത്തേക്ക് പോരാ. അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും നിങ്ങളൊരു ഭാരമാകില്ല. അത് ഞാൻ നയനമോളോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും വരില്ല അച്ഛാ. ഞങ്ങൾ കയറി വന്ന വീടല്ലേ, മാക്സിമം ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കും. പിന്നെ ഞങ്ങളെ കൊന്നിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതും ചെയ്തോട്ടെ, എന്നാലും ഞങ്ങൾ തിരിച്ചു വരില്ല അച്ഛാ എന്ന് പറയും. പിന്നെ ഇതൊന്നും നന്ദുവിനോടോ അമ്മയോടോ പറയണ്ട കേട്ടോ അച്ഛാ, അവരെങ്കിലും സന്തോഷിക്കട്ടെ. അച്ഛനും മകളും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ICUവിന് മുമ്പിൽ നിൽക്കുന്ന ആദർശിനെയാണ്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ അങ്ങോട്ട് 2-3 ബില്ലൊക്കെ ആയിട്ട് വരും. അച്ഛാ, അമ്മയ്ക്കിപ്പം നന്നായിട്ട് ഭേദമാകുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്നാൽ വീട് വരെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അച്ഛാ എന്ന്
ആദർശ് പറയും. ശരിയാ മോനെ, നീ പോയിട്ട് വാ. എന്തായാലും ദേവയാനി ഇങ്ങനെ രക്ഷപ്പെടാൻ കാരണം നയനമോള് ബ്ലഡ് കൊടുത്തോണ്ടല്ലേ ദേവയാനി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അനാമികയ്ക്ക് വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കാമായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. ഇതൊന്നും അറിയാതെ അനാമികയെ എടുത്ത് തലയെ വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ജയൻ സംസാരിക്കുന്നുണ്ട്. ഗോവിന്ദൻ വീട്ടിലേക്ക് വരുമ്പോൾ കനക ഇറങ്ങിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദേവയാനിക്കെന്ന്. കുഴപ്പമൊന്നുമില്ല, ഞാനത് കണ്ടേച്ചാണ് വീട്ടിലേക്ക് പോയെന്നൊക്കെ പറയും. നവ്യമോൾ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ടെൻഷനിലാണ് ഗോവിന്ദൻ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ്റെ മുഖത്തൊരു വല്ലായ്മയെന്ന്. അത് മോളെ 1.5 കിലോമീറ്റർ ഞാനിപ്പം വെയിലും കൊണ്ട് നടന്നു വന്നതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ടായിരിക്കും എന്ന് പറയും. എന്നാലും നിങ്ങളൊന്ന് ചെക്കപ്പിനൊക്കെ പോകണം. പിള്ളേരുടെ കല്യാണം കഴിഞ്ഞേ പിന്നെ നിങ്ങൾ ഇതുവരെ ചെക്കപ്പ് ഒന്നും ചെയ്തില്ലല്ലോ, ECG ഒക്കെ ഒന്ന് നോക്കണ്ടായിരുന്നെന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കനകയെന്ന് ഗോവിന്ദൻ പറയും. എന്തായാലും നവ്യമോക്ക് പലഹാരമൊക്കെ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊടുത്തു. അഭിമോൻ എങ്ങനെയാ, എല്ലാവരോടും ഇപ്പോഴും സ്നേഹം തന്നെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ഒരു മുഖമൊക്കെ മാറുന്നുണ്ട് ഗോവിന്ദൻ്റെ. അതൊക്കെ നന്ദു ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് കനക തിരക്കും. അങ്ങനെയൊന്നുമില്ല. പിന്നെ അവിയുടെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ, അവരവിടെ നടന്ന സംഭവത്തെ കുത്തി ചിലതൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളെന്ന് പറയും. എന്തായാലും ജലജ അവിടെ എന്തെങ്കിലുമൊക്കെ കിടന്ന് പറയട്ടെ, അഭിമോൻ എന്നാണേലും എല്ലാവരോടും സ്നേഹമാണല്ലോ എന്ന് കനക പറയും. അത് ശരിയാ, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ഞാനൊന്ന് കിടക്കട്ടെന്ന് പറഞ്ഞ് ഗോവിന്ദനകത്തേക്ക് പോകും. നന്ദുവിന് ശരിക്കും സംശയം തോന്നുന്നുണ്ട് ഗോവിന്ദൻ പറയുന്നതെല്ലാം കള്ളമാണോ എന്ന്. അപ്പോൾ കനക പറയും, എന്തായാലും അഭിമോന് നവ്യമോളോടും നമ്മളോടൊക്കെ സ്നേഹമുണ്ടല്ലോ, അതുകൊണ്ട് ജലജയെ നമുക്ക് നോക്കുകയേ വേണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് നവ്യ ദേഷ്യത്തോടെ അവിയെ തപ്പി വരുന്നതാണ്. അവി അപ്പോൾ ലാപ്ടോപ്പിൽ എന്തോ നോക്കിയൊക്കെ ഇരിക്കുകയാണ്. വന്ന പാടെ നവ്യ ചോദിക്കും, എന്താടാ നിൻ്റെ അച്ഛൻ്റെ പേരെന്ന്. അതെന്തിനാ നീ ഇപ്പോൾ അറിയുമെന്ന് ചോദിക്കും. അല്ല പറ, എന്തായാലും നിൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് പറയാം, നിനക്കറിയാവോ എന്ന് ചോദിക്കും. അത് ഞങ്ങളുടെ ചെറുപ്പത്തിലെ അയാൾ ഞങ്ങളെ ഇട്ടേച്ച് പോയതാന്ന് പറയും. എങ്ങനെ ഇട്ടേച്ച് പോകാതിരിക്കും, നിൻ്റെ അമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കും പോയതെന്ന് പറയും. നീ അനാവശ്യം പറയരുത്, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് അഭി പറയും. നീ എന്നാ ഒന്ന് തല്ലടാ, നീ എൻ്റെ അച്ഛനെ സങ്കടപ്പെടുത്തിയാണ് ഇറക്കി വിട്ടത്. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും സ്നേഹം അഭിനയിച്ചപ്പം അവരെല്ലാം അത് സത്യമാണെന്ന് കരുതി. ആ മനുഷ്യൻ അതിൻ്റെ പേരിലാണ് ഇന്ന് ഇങ്ങോട്ട് കയറി വന്നത്. അന്നേരം നീ അവരെ സങ്കടപ്പെടുത്തിയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഒരച്ഛൻ്റെ സങ്കടം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരച്ഛൻ്റെ കീഴിൽ വളരണമായിരുന്നു. നിൻ്റെ അമ്മ അങ്ങനെയല്ല നിങ്ങളെ വളർത്തിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കേടുകളും നിങ്ങൾക്കുണ്ട്. നമ്മൾ സ്നേഹിച്ച് നടന്ന കാലത്തോ കല്യാണം കഴിഞ്ഞ കാലത്തോ നീ നിൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവരോട് നിനക്ക് സ്നേഹവും ഇല്ലായിരുന്നു. പിന്നെന്തിനാ ഇപ്പോൾ ഈ പറയുന്നതെന്ന് ചോദിക്കും. അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഞാനും പശ്ചാത്തപിച്ചോളാം. ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ എന്ന് അഭി പറയും. അത് കേൾക്കുന്ന നവ്യ അഭിയുടെ കഴുത്തെ കുത്തിപ്പിടിക്കും. എന്നിട്ട് പറയും, എടാ നിൻ്റെ വിത്താണല്ലോ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട്. ഇങ്ങനെയാണ് നിൻ്റെ സ്വഭാവമെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് നീ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, അതിനെ ഇപ്പോഴേ അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാൻ പറയും. അത് കേൾക്കുന്ന നവ്യ അഭിയുടെ ചെവിക്കലിനിട്ട് അടിക്കാനായിട്ട് കൈ ഉയർത്തുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതിനുള്ള മറുപടി വാക്കുകൾ കൊണ്ടല്ല കൈ കൊണ്ടാണ് നിൻ്റെ മുഖത്ത് തരേണ്ടതെന്ന് പറയും. ഈ വീടിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ്. നിൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാണ് നിൻ്റെ അനിയത്തി നോക്കിയത്. അത് നീയും നിൻ്റെ അമ്മയല്ലാതെ വേറെ ആരും ചെയ്യില്ല. രണ്ടാളും കൂടി കുഞ്ഞിനെ കളയാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നീ എന്നെ സ്നേഹിക്കുകയായിരുന്നു. നിൻ്റെ അമ്മ നിന്നെ കൊണ്ട് എന്നെ സ്നേഹിപ്പിക്കുകയായിരുന്നു. അനാവശ്യം പറയരുത് നീ. ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്, നടന്ന സത്യങ്ങൾ തന്നെയാണ്. ഞാനത് എവിടെയും വിളിച്ചു പറയും. അനന്തപുരിക്കാർ അഭയം തന്നില്ലായിരുന്ന നീയും നിൻ്റെ അമ്മയൊക്കെ തെരുവിൽ കിടന്ന് തെണ്ടിയേനെ. വലിഞ്ഞു കയറി വന്നവരല്ലടാ ഞാനും നയനയൊന്നും. ഞങ്ങളെ അന്തസ്സായിട്ട് കല്യാണം കഴിഞ്ഞ് കയറി വന്നവരാ. നീയും നിൻ്റെ അമ്മയാണ് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത്. അനന്തപുരിയിലെ കാരണവന്മാരുടെ കനിവ് കൊണ്ട് ജീവിക്കുന്നവരാ നിങ്ങൾ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവി അങ്ങ് പോകും. അന്നേരം അഭി അങ്ങ് സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നന്ദു ദേവയാനി കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വണ്ടി വെച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അനി ഇറങ്ങി വരുന്നതാണ്. അനിയെ കാണുമ്പോഴത്തേന് നന്ദു അങ്ങ് വല്ലാതാകുന്നുണ്ട്. എന്നാൽ നന്ദുവിനെ കാണുന്നത് അനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആദർശേട്ടനും നയനേടത്തി ഇല്ലേന്ന് നന്ദു ചോദിക്കും. അവർ വീട് വരെ പോയിരിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ നിൽക്കാനെന്ന് പറയും. ഞാൻ അവരുണ്ടെന്ന് വിചാരിച്ചാണ് വന്നതെന്ന് പറയും. അതെന്താ ഞാനിവിടെ ഉള്ളത് കുഴപ്പമുണ്ടോ?
എന്ന് ചോദിക്കുമ്പോഴത്തേന് നന്ദു പറയും അതല്ല വല്യമ്മ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണെന്ന് പറയും. നന്ദുവിനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, എന്താ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, നന്ദു പറയും ഞാനിപ്പം അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലെന്ന്. ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ പോകാറുള്ള കോഫി ഷോപ്പുകളിലൊക്കെ പോകാറുണ്ടെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് അങ്ങ് വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും എൻ്റെ ജീവിതം വളരെ വിഷമത്തിലാണെന്നൊക്കെ അനി സങ്കടം പറയുമ്പോൾ നന്ദു അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. ഇപ്പം തന്നെ വല്യമ്മ ഹോസ്പിറ്റലിലായതിന് എല്ലാവരെയും അവിയെ അമ്മയും സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനാമികയും അമ്മയും ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്നാൽ കൂടുതൽ പേരും നയനേടത്തിയുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറയുമ്പോൾ നന്ദു എന്തോ പോലെ ആകും. അന്നേരം പറയുന്നുണ്ട് അതല്ല, നയനേടത്തിയാണല്ലോ പാല് തിളപ്പിച്ചത്, അതുകൊണ്ട് ആ പാലിൽ വിഷം ചേർത്തത് ആരായാലും അത് നയനേടത്തിയുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറയും. എന്നാലും എന്തോ ഒരു ചതി ഇതിൽ നടന്നിട്ടുണ്ടെന്ന് അനി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ അനിയെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.